നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓൾറൗണ്ടർ ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അല്ല ഇത്. എന്നാൽ നല്ല പെർഫോമൻസ്, നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ഇതൊരു ഓൾറൗണ്ടർ ഫോൺ അല്ല എന്നുള്ളത് പറയാനുള്ള കാരണം എന്താണെന്നല്ലേ, അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടെക് കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആമസോണിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത്. ഇത്തരത്തിലൊരു ബ്ലാക്ക് കളർ ബോക്സിലാണ് ഈ ഒരു ഫോൺ എനിക്ക് കിട്ടിയത്. ആദ്യം നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. IQ Neo 10 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ ഓൾറെഡി ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞ കളറാവുന്ന TPU കേസ്, 120 വാട്ടിൻ്റെ PD അഡാപ്റ്റർ, USB Type-C to C കേബിൾ, സിം ഇജക്ടർ, യൂസർ മാനുവൽസ്, ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത്. എനിവേ നമുക്കിത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ റിയർ സൈഡ് ആണെങ്കിലും ഫ്രെയിം കാര്യങ്ങളെല്ലാം പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഡിസ്പ്ലേക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്കോട്ട് സെൻസേഷൻ എന്ന് പറയുന്ന ഗ്ലാസിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.09 mm മാത്രമാണ്. അതായത് 7000 mAh ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അത്രയും തിന്നായിട്ടുള്ള ഒരു ഡിസൈൻ ഫോമാണ് ഇവിടെ വരുന്നത്. 206 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യാനും അങ്ങനെ ഓവർ വെയിറ്റോ അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. IP65 റേറ്റിംഗ് ആണ് വരുന്നത്. അതുകൂടാതെ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിക്ക് ഒന്ന് മഴ നനഞ്ഞാലും ഒന്ന് താഴെ വീണാലൊക്കെ ഇത് സർവൈവ് ചെയ്തോളും. ഇനി ഇതിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ പറഞ്ഞ് നേരം കളയുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വോളിയം റോക്കേഴ്സ് കാര്യങ്ങളെല്ലാം കാണാം, താഴ്ഭാഗം അതേപോലെ ടോപ്പ് സൈഡ് എല്ലാം ഇവിടെ കാണാം. ഇതിൻ്റെ ബട്ടൺസിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ക്യാമറയ്ക്ക് ചുറ്റും വരുന്ന ഒരു റിംഗ് ഉണ്ടല്ലോ, അത് IQൻ്റെ തന്നെ 13 എന്ന് പറയുന്ന ഫോണിൽ അവിടെ RGB ലൈറ്റിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സെറ്റപ്പ് പോലെ നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ലൈറ്റ് കത്തില്ല, ഒരു ലൈറ്റ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. ആക്ച്വലി ലൈറ്റ് ഇല്ല കേട്ടോ. പിന്നെ ഡിസ്പ്ലേയുടെ സൈഡിലോട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ പഞ്ച്-ഹോൾ ടൈപ്പ് ആയിട്ടാണ് സെൽഫി ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബെസൽ എന്ന് പറയുന്നത് യൂണിഫോം അല്ല, എന്നാൽ വളരെ തിന്നാണ്. ഈ ഒരു ബോട്ടം സൈഡ് മാത്രമാണ് കുറച്ച് പൊന്തി നിൽക്കുന്നത്. അണ്ടർ ഡിസ്പ്ലേ ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിരിക്കുന്നത്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ ഇതിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന് പറയുന്ന പുതിയ പ്രോസസ്സർ തന്നെയാണ്. അതിന് സപ്പോർട്ടീവായിട്ട് LPDDR5X അൾട്രാ റാം ടൈപ്പും UFS 4.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. അതായത് നമ്മുടെ നോർമൽ റെഗുലർ യൂസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഗെയിമിംഗ് ആണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള വളരെ സ്നാപ്പി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി നമ്മൾ ഒരുപാട് നേരം ഇൻറ്റൻസ് ആയിട്ട് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ആവാതിരിക്കാനായിട്ട് 7000 mm² വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഇത് ഫോൺ ഹീറ്റ് ആവാതിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് നേരം നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്, വാം ആവുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിതിൻ്റെ പെർഫോമൻസ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അതായത് AnTuTu സ്കോർ 19 ലക്ഷത്തിന് അടുത്താണ് എനിക്ക് ആ ഒരു പെർഫോമൻസ് സ്കോർ കിട്ടിയത്. അതേപോലെ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റും ചെയ്ത് നോക്കിയിരുന്നു. 94% സ്റ്റെബിലിറ്റിയാണ് അവിടെയും കിട്ടിയത്. അതായത് അത്രയും നല്ല പെർഫോമൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത്രയും തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി, ആ ഒരു പെർഫോമൻസിൻ്റെ ക്വാളിറ്റി മുഴുവൻ നമുക്ക് ആ ഒരു ഗെയിമിങ്ങിൻ്റെ സൈഡിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ BGMI കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 120 FPS ഔട്ട് ഓഫ് ദി ബോക്സ് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ എല്ലാ ഗെയിമും കളിച്ച് നോക്കി, ആസ്ഫാൾട്ട് ലെജൻഡ്, കോൾ ഓഫ് ഡ്യൂട്ടി എല്ലാം കളിച്ച് നോക്കി. അതേപോലെ ഗെൻഷിൻ ഇമ്പാക്റ്റ് അതും കളിച്ച് നോക്കി. പക്ഷെ അത് ലോഡ് ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതേപോലെ 60 FPS ആണ് അവിടെ കിട്ടുന്നത്. നമ്മളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിവോൻ്റെയും IQൻ്റെയും ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഉണ്ട്, Q1 എന്ന് പറയുന്നത്. ആ ഒരു സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലാണ് വരാറ്, ഇത് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് മാത്രം അതിൻ്റെ ഫ്രെയിം റേറ്റും അതിൻ്റെ ആ ഒരു റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം അപ്സ്കെയിൽ ചെയ്യാനായിട്ട്. ഇപ്പോൾ 60 Hz ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ അത് 140 FPS അപ്സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓർഗാനിക്കായിട്ട് ഒഴുകി നടക്കുന്ന ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് ചെറിയ രീതിക്ക് കുറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് 140 FPS മീറ്ററിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു സ്മൂത്ത് അല്ലാത്ത പോലത്തെ ഫീൽ ഉണ്ട്. പക്ഷെ കളിക്കുമ്പോൾ അങ്ങനെ സ്റ്റക്ക് ആവുക, ഫ്രെയിം ഡ്രോപ്പ് പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ എനിക്ക് ആ ഒരു അപ്സ്കെയിൽ ചെയ്യുന്ന സമയത്ത് അത്ര സ്മൂത്ത് ആയിട്ട് തോന്നിയില്ല. എന്നാൽ നമ്മൾ നോർമൽ റെസൊല്യൂഷനും നോർമൽ ഫ്രെയിം റേറ്റിലും കളിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ട് കളിക്കാനായിട്ട്. ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല, വളരെ ബട്ടറി സ്മൂത്ത് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ, അതായത് ഗെയിമിങ്ങിൻ്റെ സൈഡിൽ ഇത്രയും പെർഫോമൻസും ഇത്രയും സ്മൂത്ത്നെസ് ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ റെഗുലർ യൂസിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ബ്രൗസിംഗ് ആണെങ്കിലും ക്യാമറ എടുക്കുന്ന സമയത്ത് വീഡിയോസ് കാണുന്ന സമയത്തൊക്കെ വളരെ സ്നാപ്പിയാണ്, വളരെ ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. സോ നിങ്ങളുടെ ആവശ്യം നല്ല പെർഫോമൻസ് ആണ്, നല്ല ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻസ് ആണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയൊരു ഡിസ്പ്ലേ വേണം.
ഇവിടെ നമുക്ക് 6.78 ഇഞ്ച് വരുന്ന MOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നോർമൽ യൂസ് ആണെങ്കിൽ 120 FPS വരെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഗെയിമിങ്ങിൻ്റെ സൈഡിലോട്ട് നമുക്ക് അത് അപ്സ്കെയിൽ ചെയ്തിട്ട് 140 Hz വരെ അത് അപ്സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് നോക്കുമ്പോൾ അതായത് HDR-ൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റ് OTT പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ നമുക്ക് HDR കണ്ടന്റുകൾ കാണാനായിട്ട് സാധിക്കും. PWM ഡിമ്മിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് ലോ ലൈറ്റിൽ നമ്മൾ കണ്ടന്റ് കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, തലവേദനിക്കുക പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിൽക്കുകയാണെങ്കിലും വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റുകൾ വായിക്കണമെങ്കിലും ഒരു പ്രശ്നവുമില്ല, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഇനി ഗെയിം കളിക്കുന്ന സമയത്ത് വയർക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെയും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. നല്ല ടച്ച് റെസ്പോൺസ് എല്ലാ സമയത്തും. ഇച്ചിരി കൈ നനഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാര്യം നമുക്കിവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഇനി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല ലൗഡ്നെസ് കിട്ടുന്നുണ്ട്. 300% വരെ നമുക്ക് വോളിയം കൂട്ടാനായിട്ട് സാധിക്കും. അത് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല, പക്ഷെ ആ ഒരു ഓഡിയോയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ അത് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഇപ്പോൾ എൻ്റെ വീഡിയോസ് ആണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഓഡിയോ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എനിക്കറിയാലോ എന്താണ് ചേഞ്ച് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. K13 ഫോൺ ഉപയോഗിക്കുന്നവർ അതിന്റെ ചാർജിങ് പോർട്ടിന്റെ ഭാഗത്തായിട്ട്, അതായത് മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലും ഒരു ടക് 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 എന്നുള്ള സൗണ്ട് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, ഞാൻ പറഞ്ഞല്ലോ നല്ല ലൗഡാണ്, പക്ഷെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അതെനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഫൺ ടച്ച് OS 15 ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. 3 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും ആണ് IQ ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോൺ സ്റ്റാർട്ടപ്പ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഏകദേശം 11-12ഓളം ബ്ലോട്ട്വെയർസ് ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വിവോൻ്റെ സ്വന്തം ആപ്പുകളും ഉണ്ട്, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റില്ല. അതിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ഹോട്ട് ആപ്പ്, ഹോട്ട് ഗെയിംസ് പോലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഗ്ലോബൽ സെർച്ചും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ നമ്മുടെ IQ 13 കിട്ടുന്ന പോലത്തെ ആ ഒരു റിഫൈൻഡ് ആൻഡ് ഫൺ ടച്ച് OSന്റെ ദി ബെസ്റ്റ് വെർഷൻ ഉണ്ടല്ലോ, അതാണ് ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നമ്മൾ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ആണെങ്കിലും ഇതിൻ്റെ ആനിമേഷൻ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്താണ്. ഇനി മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് വിൻഡോ, സ്പ്ലിറ്റ് സ്ക്രീന്, ഇനി ഇവരുടെ സ്മാർട്ട് സൈഡ് ബാർ, ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ, അതായത് AI സൈഡിലോട്ട് വരുമ്പോൾ ഗാലറിയിൽ നമുക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന AI ഇമേജ് ഇറേസർ, അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. AI ഫോട്ടോ എൻഹാൻസ്മെൻറ്റ്, അതായത് ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോ ആണെങ്കിൽ അതൊന്ന് അപ്സ്കെയിൽ ചെയ്ത് കിട്ടുമെന്നാണ് പറയുന്നത്. അത് അത്ര നല്ല എഫക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ, ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് മാത്രമാണ്. പിന്നെ ലൈവ് ടെക്സ്റ്റ്, നമ്മളുടെ ഫോട്ടോസിലുള്ള ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ആയിട്ട് തന്നെ കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് പേസ്റ്റ് ചെയ്ത് വാട്സാപ്പോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഷെയർ ചെയ്യാനും സാധിക്കും. അതുപോലെ AI ഇമേജ് എക്സ്പാൻഡർ, ഇപ്പോൾ സൈസ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ, അതായത് മുഴുവനില്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യോ കാലോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനാരിയോയിൽ അത് അത്ര പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്നാലും ഓക്കെയാണ്. പിന്നെ ലൈവ് കട്ടൗട്ട്, ഫോട്ടോയിലുള്ള ആ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ AI കോൾ ട്രാൻസ്ലേഷൻ, അത് മലയാളം പോലുള്ള ലാംഗ്വേജുകളില്ല, ലോക്കൽ ലാംഗ്വേജിൽ കിട്ടുന്നില്ല. ഹിന്ദി കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്തുമില്ല. പിന്നെ ഗൂഗിളിൻ്റെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു യൂസ്ഫുൾ AI ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ഫൺ ടച്ച് OS 15 നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. സോഫ്റ്റ്വെയർ സൈഡിൽ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. നമുക്കിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു X-ആക്സിസ് ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് പല സ്ഥലത്തും ആ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വോളിയം കൂട്ടുന്ന സമയത്ത്, അതുപോലെ ക്യാമറയിൽ അവിടെ ഒന്നും നമുക്ക് ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരുന്നില്ല. പക്ഷെ കിട്ടുന്ന വൈബ്രേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ലതാണ്. അത് കുറേ കൂടി സ്ഥലത്ത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് കുറേ കൂടി ബെറ്റർ ആയേനെ. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കണക്ടിവിറ്റിയുടെ സൈഡിലും കിട്ടുന്നുണ്ട്. അതായത് 2 5G സിമ്മാണ് ഇടാനായിട്ട് സാധിക്കുക. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഡാറ്റ സ്പീഡ്, കോളിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. Wi-Fi 7ൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. Wi-Fi കോളിംഗ്, ഡാറ്റ സ്പീഡ്, നമ്മൾ Wi-Fi നെറ്റ്വർക്കിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞ് തിരിച്ച് വന്നാലും വളരെ സ്പീഡായിട്ട് തന്നെ റീകണക്ട് ആവുന്നുണ്ട്. Wi-Fi കോളിംഗ് എക്സ്പീരിയൻസും അടിപൊളിയാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് വരുന്നത്. ഞാൻ എൻ്റെ സ്മാർട്ട് വാച്ച്, TWS കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കി, ടെസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാം ഓക്കെയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ല. പിന്നെ ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്ത 2 കാര്യങ്ങളാണ് NFC, അതേപോലെ IR ബ്ലാസ്റ്റർ. ഇത് രണ്ടിൻ്റെയും സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു തോന്നിയത് ഇതിൻ്റെ USB-യുടെ സൈഡിലാണ്. USB വെർഷൻ 2.0 ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡാണെങ്കിലും
സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ വൻ ശോകമായിരിക്കും. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന സെൻസറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അതിൻ്റെ പൊസിഷൻ വളരെ താഴെയാണ് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. എന്നാലും കൈ തട്ടുന്ന സമയത്ത് തന്നെ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഫേസ് അൺലോക്ക്, അതും അത്യാവശ്യം നമ്മളുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി സെൻസറിൻ്റെ സൈഡിൽ ഏറ്റവും വലിയ പ്രശ്നം നിൽക്കുന്നത് ഇതിലൊരു ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ കോൾ വരുന്ന സമയത്ത് ഇതങ്ങനെ വളച്ച് ആ ഒരു ആക്ഷനോട് കൂടിയിട്ട് എടുത്താൽ മാത്രമാണ് ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആവുള്ളൂ, അല്ലെങ്കിൽ ഡിസ്പ്ലേ ഓൺ ആയിട്ട് നിൽക്കും. 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെ പെർഫോമൻസ് അതേപോലെ ഡിസ്പ്ലേ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. നമുക്കിവിടെ 7000 mAh ബാറ്ററിയാണ് IQ കൊടുത്തിട്ടുള്ളത്. അതിന് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100 വാട്ടിൻ്റെ PD ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡാണ്. ഏകദേശം 50 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു 7000 mAh ബാറ്ററി ഫുൾ ചാർജ് ആയിട്ട് കിട്ടും. അതേപോലെ അബ്നോർമലായിട്ട് ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ 0 to 100 ഫുൾ ചാർജ് ആക്കി വെച്ചു. അവിടെ നിന്ന് നമ്മൾ ഗെയിം കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ BGMI ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 6-7 മണിക്കൂർ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കളിക്കാൻ പറ്റും. സോ നല്ല ക്വാളിറ്റിയുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇനി അഡീഷണൽ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിവേഴ്സ് വൈഡ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ബൈപ്പാസ് ചാർജിങ് ആ ഒരു ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് സംബന്ധമായിട്ടുള്ള ആ ഒരു ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. സോ ബാറ്ററി എന്ന് പറയുന്നത് 7000 mAh ബാറ്ററി നല്ല സ്ട്രോങ് ആണ്, നല്ല സ്റ്റേബിൾ ആണ്. ഇത്രയും നല്ല സെറ്റപ്പിൽ വന്ന ഈ ഒരു ഫോണിനെ ഓൾറൗണ്ടർ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പാണ്. നമുക്ക് 2 ക്യാമറകളാണ് റിയർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അങ്ങനെ 2 ക്യാമറകളാണ് വരുന്നത്. ശരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു 10 മെഗാപിക്സലിൻ്റെ അല്ലെങ്കിൽ ഒരു 12 മെഗാപിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് കൂടി വേണ്ടതായിരുന്നു. പക്ഷെ അത് അവർ മിസ്സാക്കി. എനിവേ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാമറ UI ഒന്ന് കാണാം. ഇതാണ് ഈ ക്യാമറ ആപ്ലിക്കേഷൻ്റെ മൊത്തത്തിലുള്ള UI വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഡേ ലൈറ്റിൽ നല്ല ലൈറ്റുള്ള കണ്ടീഷനിൽ സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും ആകാശമാണെങ്കിലും എല്ലാം നല്ല പോലെ എടുത്തു വെക്കുന്നുണ്ട്. ആ ഒരു ഷാർപ്നെസ്സും ഡീറ്റെയിലും കാണാൻ നല്ല രസമുള്ള ഔട്ട്പുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് ആ ഒരു ഫോട്ടോയുടെ ഡീറ്റെയിൽ നല്ല പോലെ ക്വാളിറ്റി നല്ല പോലെ ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇനി പോർട്രേറ്റ് ഓപ്ഷനിലോട്ട് വരുമ്പോൾ 3 ഫോക്കൽ ലെങ്ത്തിൽ 1x, 1.5x, 2x ഈ 3 ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് പോർട്രേറ്റ് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പോർട്രേറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മെയിൻ ക്യാമറ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വഴി പ്രോസസ്സ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല പോലെ ചെയ്തു വെക്കുന്നുണ്ട്. നല്ല ലൈറ്റുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മാനേജ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ ടോൺ മാനേജ് ചെയ്യാനായിട്ട് നല്ല പോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ബാക്കിലെ ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ലൈറ്റുള്ള കണ്ടീഷനിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് മൊത്തത്തിൽ നല്ല ലൈറ്റുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. ഇനി സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ 32 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പോർട്രേറ്റ് ഔട്ട്പുട്ട് ആണെങ്കിലും ഈ പറയുന്ന സ്കിൻ ടോൺ പച്ചപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് എടുത്തു വെക്കുന്നുണ്ട്. ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കുറയുന്നുണ്ട്. ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് സെൽഫി ആണെങ്കിലും റിയർ സൈഡ് ആണെങ്കിലും 4K at 60 FPS വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും. റിയർ സൈഡിലെ വീഡിയോ ഔട്ട്പുട്ട് അത്യാവശ്യം നല്ലത് തന്നെയാണ്. നല്ല സ്റ്റെബിലിറ്റിയും OIS സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല കളർഫുള്ളാണ്, നല്ല ഡീറ്റെയിലും എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മിസ്സാവുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല പോലെ വൈബ്രേഷൻ ആ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നില്ല. ഈവൻ EIS സ്റ്റെബിലിറ്റി പോലും അത്ര നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. ഇതിൻ്റെ പ്രൈസ് കൂടി വെച്ച് നോക്കുമ്പോൾ അത്ര നല്ല ഓപ്ഷനായിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ ഇതാണ് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരു ആവറേജ് ക്യാമറ ഔട്ട്പുട്ട് അത്രമാത്രം. ഈ ഫോണിൻ്റെ നല്ല വശം നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ്, നല്ല ഡിസ്പ്ലേ, 7000 mAh നല്ല ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി, അതുപോലെ ഇഷ്ടംപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ സൈഡിലെ AI ഫീച്ചേഴ്സും അതുപോലെ സോഫ്റ്റ്വെയർ സൈഡ് അത്യാവശ്യം കൊള്ളാം. ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് സ്റ്റെബിലിറ്റി, സെൽഫി ക്യാമറയിൽ സ്റ്റെബിലിറ്റി കാര്യങ്ങളും കിട്ടുന്നില്ല. ലോ ലൈറ്റ് ഫോട്ടോസും വളരെ മോശമാണ് ക്യാമറയുടെ സൈഡിൽ. അതേപോലെ ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ ഇതിൽ കൊടുത്തിട്ടില്ല. അതൊക്കെയാണ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 8GB റാം 256GB ഇൻറ്റേർണൽ മെമ്മറിയിലാണ് UFS 4.1 തുടങ്ങുന്നത്. 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറിയിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. സോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 256GB ഇൻറ്റേർണൽ മെമ്മറി വരുന്ന വേരിയൻ്റ് എടുക്കാനായിട്ട് നോക്കുക. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് വാങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1% കമ്മീഷൻ എനിക്ക് കിട്ടും.
1% എന്ന് പറയുമ്പോൾ 340, ഒരു 300 രൂപയോളം എനിക്ക് കിട്ടും. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റ് ഫോണുകൾ നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ GT70 വരുന്നുണ്ട്, അതുപോലെ വിവോയുടെ സൈഡിൽ നിന്നുള്ള T4 Ultra എന്ന് പറയുന്ന ഫോൺ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ റിസൾട്ട് തരും, ഓൾമോസ്റ്റ് സെയിം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഇതിൽ വരുന്ന പോലെ 144 Hz ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും ആ ഫോണുകളിൽ കിട്ടില്ല, ഒരു നോർമൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആ രണ്ട് ഫോണുകളിൽ നിന്ന് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഐക്യൂവിൻ്റെ തന്നെ Neo 10R എന്ന് പറയുന്ന ഫോൺ പല ആളുകളും ഇതിനോടകം തന്നെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഫോൺ എടുത്തിട്ടുള്ള ആളുകൾ ആരും തന്നെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൾമോസ്റ്റ് സെയിം എക്സ്പീരിയൻസ് തന്നെയാണ്, ഈവൻ സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ അഡീഷണൽ ആയിട്ട് ആ ഒരു Q1 ചിപ്പ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 140 Hz ഗെയിമിംഗ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതല്ലാതെ വേറെ പെർഫോമൻസിലാണെങ്കിലും ക്യാമറ സൈഡിലാണെങ്കിലും മറ്റ് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് iQOO Neo 10Rലും ഈ ഒരു ഫോണിൽ നിന്നും എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ അയക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.